കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ അമ്മച്ചി, അനിയൻ, ഭാര്യ, മക്കളൊക്കെ വന്നിരുന്നല്ലോ. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ജിജോക്ക് വേറൊരു അനിയനും കൂടി ഉണ്ട്. അപ്പോൾ ആ അനിയനും 4 ഫ്രണ്ട്സും കൂടി വന്നായിരുന്നു. അപ്പോൾ അതിൽ ഒരു പുള്ളി ഭയങ്കര എക്സ്പേർട്ടാട്ടോ കുക്കിങ്ങിലൊക്കെ. അപ്പോൾ അവർ തന്നെ പോയി പോർക്കും കപ്പയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അവർ തന്നെ കിച്ചണിൽ കയറി ഇതെല്ലാം റെഡിയാക്കിയിട്ടോ. നല്ല ടേസ്റ്റായിരുന്നു ഫുഡൊക്കെ, കപ്പയും പോർക്കും ഒക്കെ. അതൊക്കെ എല്ലാവരും നല്ലോണം കഴിച്ചു. അവർക്കും ഭയങ്കര സന്തോഷമായിട്ടാ. നമ്മുടെ വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർ ഇതിന് മുമ്പൊക്കെ വന്നിട്ടുള്ളതാണ് ബാംഗ്ലൂർ നമ്മുടെ വീട്ടിൽ. പക്ഷെ ഞങ്ങളുള്ളപ്പോൾ അങ്ങനെ വന്നിട്ടില്ല. ഞങ്ങൾ നാട്ടിലുള്ളപ്പോഴാണ് വന്നേക്കണത്. അപ്പോൾ നമുക്കും സന്തോഷമായി. എല്ലാവരും കൂടി കൂടിയപ്പോൾ ഒരു രസമാണല്ലോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് ബന്നാർഘട്ട നാഷണൽ പാർക്ക് കാണാൻ പോയി. അപ്പോൾ അവിടെ സഫാരി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അനിയൻ. ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്തിരുന്നത്. 700 ആയിരുന്നു പെർ ഹെഡ്. പിന്നെ സൂ മാത്രമാണെങ്കിൽ 100 റുപ്പി. അപ്പോൾ സഫാരിയിൽ നമ്മളെ ഒരു വാനിൽ കയറ്റി ഇങ്ങനെ കൊണ്ടുപോവുക ചെയ്യണം കേട്ടോ. അപ്പോൾ പുറത്ത് ഇങ്ങനെ ആനിമൽസൊക്കെ ഇങ്ങനെ നടക്കണുണ്ടാവും. അപ്പോൾ ആനിമൽസിനെയൊക്കെ കാണുമ്പോൾ ഒരു വണ്ടി നിർത്തും കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലിയറായിട്ട് നിങ്ങളെയൊക്കെ കാണാം, ഫോട്ടോ എടുക്കാം ഒക്കെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഈ ഉദ്യാനത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സുവർണമുഖി എന്ന് പറഞ്ഞിട്ട് ഒരു കുന്നുണ്ട്. ആ കുന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നദിയുണ്ട്, സുവർണമുഖി നദി എന്ന് പറഞ്ഞിട്ട്. അതിങ്ങനെ ഒഴുകണുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടി. ഇത് ഏകദേശം ഒരു 104 ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃതിയുള്ള ഒരു ഉദ്യാനമാണ്. ഇത് ഒരു 1974 സ്ഥാപിതമായതാണ്. അപ്പോൾ ഒത്തിരി വിസ്തൃതിയുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ആനിമൽസിനെയൊക്കെ അവിടെ കാണാൻ പറ്റി. ആന, പുലി, സിംഹം, വെളുത്ത കടുവയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ജിറാഫ്, മാൻ, കരടി. അപ്പോൾ ഇങ്ങനെ ആനിമൽസിനെ കാണുമ്പോൾ ഒരു വണ്ടി നിർത്തും കേട്ടോ. അപ്പോൾ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. അപ്പോൾ വിസ്മയക്ക് ഫ്രണ്ടിൽ തന്നെ സീറ്റ് കിട്ടി. അപ്പോൾ അവൾ നല്ലോണം വീഡിയോ ക്യാച്ച് ചെയ്തു. ഭയങ്കര ഡ്രൈ ആയിരുന്നു കേട്ടോ. മഴയൊന്നും അങ്ങനെ അധികം പെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പരിസരമൊക്കെ ഭയങ്കര ഡ്രൈ ആയിരുന്നു. കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മൾ എൻജോയ് ചെയ്തു. നമ്മൾ 10 വർഷം മുമ്പാണ് ലാസ്റ്റ് വന്നത് ഇവിടെ. അന്ന് ഇത്രയൊന്നും ഡെവലപ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. റോഡൊന്നും ടാറൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഗട്ടറൊക്കെ ആയിരുന്നു അന്നൊക്കെ. അപ്പോൾ ആ ഗട്ടറൊക്കെ പേടിച്ചാണ് വന്നത്. പക്ഷേ ഇത്തവണ വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അതേ വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കരടിക്കുട്ടൻ വണ്ടിയുടെ അരികത്ത് വന്ന് ഇങ്ങനെ നിന്നു കേട്ടോ. അപ്പോൾ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് എല്ലാവരും കണ്ടു. അത് കഴിഞ്ഞപ്പോൾ ഒരു പുള്ളിപ്പുലി. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടാണ് അത് കണ്ടപ്പോഴത്തേക്കും. പിള്ളേർ ഇങ്ങനെ ജനലേ കൂടി വിൻഡോ കൂടിയൊക്കെ ഇങ്ങനെ നോക്കി കാണായിരുന്നു. ഫോട്ടോയും ഒക്കെ എടുത്തു. ജിറാഫ് അങ്ങനെയൊക്കെ വന്നു. പുലി നമ്മുടെ വണ്ടിയുടെ അടുത്തേക്കൊക്കെ വന്നു കേട്ടോ. അപ്പോൾ പിള്ളേർ വീഡിയോ ഒക്കെ എടുത്തു, ഫോട്ടോ ഒക്കെ എടുത്തു. ഭയങ്കര എക്സൈറ്റഡായി. പിന്നെ ജിറാഫ് ടോളസ്റ്റ് ആനിമൽ അല്ലേ. നമ്മൾ ബുക്കിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ, പടങ്ങളൊക്കെ. നേരിട്ട് ഇതുവരെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അതും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ ആനക്കുട്ടികൾ, 3 ആനക്കുട്ടികളുണ്ടായിരുന്നു. അവർ ഭയങ്കര കളിയായിരുന്നു കേട്ടോ ഞങ്ങളവിടെ ചെല്ലുമ്പോഴത്തേക്കും. അപ്പോൾ ആ കളിയൊക്കെ കണ്ട് കുറച്ച് നേരം നിന്നു അവിടെ. അപ്പോഴത്തേക്കും ഈ കാണികൾ പഴത്തിൻ്റെ തൊലിയൊക്കെ എറിഞ്ഞിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അതുങ്ങളിങ്ങനെ തുമ്പിക്കൈ വെച്ച് അത് തോണ്ടിയെടുത്ത് കഴിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് മഴ ചാറാൻ തുടങ്ങി. അങ്ങനെ മഴ ചാറിയപ്പോൾ പിന്നെ അവർ വിസലടിച്ചു. വാച്ച്മാൻ, സെക്യൂരിറ്റിക്കാർ വിസലടിച്ചു. നമ്മളോട് വേഗം ഇറങ്ങിക്കോളാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഓടി നേരെ പുറത്തിറങ്ങി. അപ്പോഴത്തേക്കും വേഗം അടയ്ക്കുകയും ചെയ്തു സൂ. അങ്ങനെ ഒരു നല്ല വിസിറ്റായിരുന്നു, നല്ലൊരു അനുഭവമായിരുന്നു.